നെയ്മർ അടുത്ത വർഷം ലോകകപ്പ് കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. എന്നാൽ ടീമിലുണ്ടെങ്കിൽ ഒറ്റ കാലിലേന്തിയെങ്കിലും അയാൾ ടീമിനായി തനിക്കാവുന്നത് ചെയ്യും. യുവതാരങ്ങളായും അല്ലാതെയും തിളക്കമുള്ള താരങ്ങൾ ഏറെ എത്തിയെങ്കിലും നെയ്മർ സാന്നിധ്യമുണ്ടെങ്കിൽ കാനറികൾക്ക് അത് വലിയ ഊർജമാകും. നെയ്മർ ഇല്ലാത്ത ബ്രസീൽ നിൽക്കാതെ ആടിയുലയുന്നത് എത്രയോ തവണ നമ്മൾ കണ്ടതാണ്. കൊളംബിയക്കെതിരായ ക്വാർട്ടർ ഫൈനലിൽ സുനികയുടെ കടുത്ത ഫൗളിൽ വീണ് സ്ട്രെച്ചറിൽ നെയ്മർ പുറത്തുപോയ ശേഷം നടന്ന ജർമ്മനിക്കെതിരായ മത്സരത്തിലെ 7-1 ദുരന്തം പതിറ്റാണ്ടിനിപ്പുറവും ബ്രസീലുകാർക്ക് നോവാണ്. 2 വർഷത്തിനകം ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത് നെയ്മർ വീണ്ടും അവരുടെ പ്രതീക്ഷകൾക്ക് നാം വിട്ടതാണ്. റഷ്യൻ ലോകകപ്പിൽ പക്ഷേ ഡിബ്രോയിന്റെ ബെൽജിയത്തിന് മുന്നിലും ഖത്തർ ലോകകപ്പിൽ മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യക്ക് മുന്നിലും നെയ്മറിന്റെയും ബ്രസീലിന്റെയും പോരാട്ടം അവസാനിച്ചു. പരിക്കും പ്രായവും പരിമിതിയായാൽ പോലും അയാളിൽ ഇനിയും അത്ഭുതങ്ങൾ ബാക്കിയുണ്ടെന്നാണ് ഇപ്പോഴും കാനറി ആരാധകർ കരുതുന്നത്. നെയ്മർ ആയതുകൊണ്ട് മാത്രം നമുക്കും അതിന് കാത്തിരിക്കാം.